ഒരു വുഡൻ പോട്ട് സ്വന്തമാക്കുക എന്ന് വെച്ചാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറം കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സാധാരണഗതിയിൽ നമ്മുടെ കയ്യിലുള്ള സിമൻറ്റാണ്. സിമൻറ്റിനകത്ത് അവൈലബിൾ ആണെങ്കിൽ മാത്രം കുറച്ച് മണലും കൂടെ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഒരുപാട് ലൂസാവാൻ പോകരുത്. അതിനുശേഷം നമുക്ക് ഒരു പോട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉമ്മ ചെയ്യുന്ന ചട്ടികളാണ്. അപ്പോൾ ആ ഒരു പോട്ട് ഞാനിങ്ങനെ അടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്നേക്ക് പ്ലാന്റ് നട്ടേക്കാണ്. ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, ലീഫ് പ്രൊപ്പഗേഷൻ, 10 ചെടികൾ, ഇല മുളപ്പിക്കാവുന്ന 10 ചെടികൾ. അപ്പോൾ അതിൽ കാണിച്ച അതേ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ചട്ടി തൂത്ത് വൃത്തിയാക്കി ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സിമൻറ്റ് നമുക്ക് ഓരോ ഷേപ്പിലാക്കി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. സിമൻറ്റിനെ കൈ കൊണ്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു റൗണ്ട് ഒരു ഷേപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു പോട്ടിൻ്റെ സൈഡിലായിട്ടൊന്ന് വെച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഒരു ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഉരുട്ടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാലും മനസ്സിലാവും, തടിയുടെ ഒരു ചട്ടി എടുക്കുകയാണെങ്കിലോ നമുക്ക് തടിയുടെ ഒരു ചിത്രം വരയ്ക്കുകയാണെങ്കിലോ എപ്പോഴും കാണും ഇതുപോലൊരു ടെക്സ്ചർ. അപ്പോൾ അത് ഒറിജിനാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് ഒട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അത്രയും കോസ്റ്റ്ലിയാണ് വുഡൻ പോട്ടിൽ. അപ്പോൾ നമുക്ക് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ കാണാം തടി കൊണ്ടുണ്ടാക്കിയ ചട്ടികൾക്ക് എത്രയാണ് റേറ്റ് എന്ന്. അതുപോലെ തന്നെ അത് ഒത്തിരി നാളൊന്നും ഈട് നിൽക്കുന്നതുമല്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമുക്ക് എന്നും സൂക്ഷിക്കാം. കുറച്ച് ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നാൽ മാത്രം മതി. നല്ല ഭംഗിയായിട്ട് വീട്ടിലൊരു യുണീക്ക് സ്പോട്ടായിട്ട് നമുക്കത് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വട്ടത്തിന് ചെയ്തെടുക്കാം. ഇനിയുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ സ്ട്രൈപ്സ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിമൻറ്റ് തന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് ഇതുപോലെ ഒന്ന് നീളത്തിന് വരകൾ പോലെ ഒന്ന് ചെയ്തെടുക്കുക. അതിൻ്റെ ബാർക്കുണ്ടല്ലോ, ഞാൻ ഒരു തേക്കിൻ ചട്ടിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തേക്കിൻ തടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിൻ്റെ പുറം പാളിയിൽ എപ്പോഴും ഇതുപോലുള്ള വരകളുണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. ഒരു ദിവസത്തിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് തേക്കിൻ്റെ കളറാണ്. നമ്മുടെ ഈ ഒരു ജനൽ പാളികളിലൊക്കെ അടിക്കുന്ന അതേ കളറാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഈട്ടി കളറൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാം. വേറൊരു പ്രത്യേക ഭംഗിയായിട്ടത് കിട്ടും. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ മാക്സിമം ആ ഒരു ഫുള്ളായിട്ട് അടിക്കണം. കാരണം ആ ഒരു ബൾജ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഭാഗവും അതിൻ്റെ കുഴികളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ 1-2 ചട്ടികളൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇൻഡോർ പോട്ടൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒറിജിനാലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്, ഫോളോ ചെയ്യാം. പ്ലാന്റ്സ് റിലേറ്റഡ് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. എല്ലാ കമൻസിനും റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 1 മണിക്കൂറിന് ശേഷം മാത്രം നമുക്ക് ബാക്കി പ്രോസസ്സിലേക്ക് നീങ്ങാം. ഇനി സെലക്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ അടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ബ്രഷ് എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചെവിയിൽ ഇടുന്ന സാധനമില്ലേ, ബഡ്സ്, അപ്പോൾ ബഡ്സ് ഉപയോഗിച്ചിട്ടായാലും മതി. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗങ്ങളിൽ വേണം ആ കളർ ചെയ്ത് കൊടുക്കാൻ. നമുക്ക് കുറച്ച് കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ഒറിജിനാലിറ്റി കിട്ടും. അപ്പോൾ അതിന് ശേഷം വീണ്ടും 1 hour കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ബ്രൗൺ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്യാം. ഇത് സ്മഡ്ജ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നമുക്ക് കുറച്ചുകൂടെ ഒരു ഷാഡോ എഫക്റ്റ് കിട്ടും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ബ്രൗൺ കളർ ഇല്ലെങ്കിൽ നേരത്തെ എടുത്തു വെച്ച ബ്ലാക്ക് കളറിൻ്റെ കൂടെ ആ തേക്കിൻ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലത്തെ ബ്രൗൺ കളർ കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ പെയിൻറ്റ് എന്തായാലും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്കൊന്ന് കാണാം. നല്ല ഭംഗിയാണ്. ആരായാലും നോക്കിപ്പോകുന്ന തരത്തിലുള്ള ചട്ടിയാണ്. നമുക്കിത് ഇൻഡോറിൽ വെക്കാം, അതുപോലെ തന്നെ ഔട്ട്ഡോറിലും വെക്കാം. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു നല്ലൊരു വുഡൻ പോട്ട് ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ സ്റ്റേ കണക്റ്റഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.